Hi all, welcome to English Care. So last വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡെയിലി റൂട്ടീൻ വൊക്കാബുലറീസ് പഠിച്ചു അല്ലേ? അതിൻ്റെ പാർട്ട് 2 നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഹൗ ടു ഗെറ്റ് അപ്പ്, ഹൗ ടു വേക്ക് അപ്പ്, ഹൗ ടു മേക്ക് എ ബെഡ്, ഹൗ ടു ഈറ്റ് ഫുഡ്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എങ്ങനെ ബേസിക്കലി ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടിലേക്ക് പോയാലോ? ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്, പാർട്ടിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഗെറ്റ് ഡ്രസ്സ് ചെയ്താൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഗെറ്റ് ഡ്രസ്ഡ് ഫോർ ദ സ്കൂൾ, അല്ലെങ്കിൽ ഐ ഗെറ്റ് ഡ്രസ്ഡ് ഫോർ ദ പാർട്ടി. ഇനിയിപ്പോൾ നമ്മൾ സ്കൂളിൽ പോകാനാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്വിയസ്ലി ഫുഡ് കഴിക്കും അല്ലേ? അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ബേസിക്കായിട്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഐ ഹാവ് മൈ ലഞ്ച്, ഐ ഹാവ് മൈ ഡിന്നർ, അങ്ങനെ പറയാം. വളരെ ബേസിക്കായിട്ട് ഐ ഹാവ് മൈ ഫുഡ്, ഏത് ഫുഡ് ഐറ്റം ആണോ അതിൻ്റെ പേര് ചേർത്തിട്ട് പറയാം. ഇപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ സ്കൂളിലേക്കോ അല്ലെങ്കിൽ വർക്കിലേക്കോ പോകുന്ന ആളാണെങ്കിൽ യു ക്യാൻ സേ ഐ ഗോ ടു വർക്ക് അറ്റ് 7 PM. ഞാനിപ്പോൾ ഒരു നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ 7 മണിക്ക് ഞാൻ വർക്കിന് പോയി. ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളൊക്കെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മമാർ വീട്ടിലൊറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുക? വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. ചിലപ്പോൾ അച്ഛന്മാരാണ് വീട്ടിലുള്ളെങ്കിൽ അവരും ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? അതിന് പറയുന്നതാണ് ഡു ഹൗസ് ഹോൾഡ് ചോഴ്സ്. ഡു ഹൗസ് ഹോൾഡ് ചോഴ്സ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നോക്കിയാലോ? ഐ കംപ്ലീറ്റഡ് മൈ ഹൗസ് ഹോൾഡ് ചോഴ്സ് ആഫ്റ്റർ സ്കൂൾ. സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹൗസ് ഹോൾഡ് ചോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നിങ്ങൾ വീട്ടിലെത്തും. ഇപ്പോൾ സ്കൂൾ നമ്മൾ ലീവ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്, അതായത് സ്കൂളിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ടൈമുണ്ട്. അതെങ്ങനെ പറയാം? ഐ ലീവ് ദ സ്കൂൾ ബൈ 4 PM. 4 മണിയോടുകൂടി ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലെത്തി എന്നുള്ള രീതിയിൽ ഐ ലീവ് മൈ സ്കൂൾ ബൈ 4 PM. ഇനിയിപ്പോൾ നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഐ ഗെറ്റ് ബാക്ക് ഹോം ബൈ 7 PM ഫ്രം ഓഫീസ്. ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് ഞാനൊരു 7 മണിയോടുകൂടി എത്തി. അല്ലെങ്കിൽ ഫാദർ ഗെറ്റ് ബാക്ക് ഹോം ആഫ്റ്റർ 7 PM. 7 PM കഴിഞ്ഞിട്ട് ഫാദർ വീട്ടിലേക്ക് എത്തി എന്നുള്ള രീതിയിൽ പറയാം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചെറിയ പെറ്റ്സ് ഒക്കെ കാണും അല്ലേ? നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ വൈകുന്നേരം ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മൾ അതിന് ഫുഡ് കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു 4 ടൈം അല്ലെങ്കിൽ 5 ടൈംസ് ഒക്കെ അതിന് ഫുഡ് കൊടുക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ ഫീഡ് മൈ ഡോഗ് 4 times a day. ഐ ഫീഡ് മൈ ഡോഗ് 4 times a day. അതിൻ്റെ മീനിങ് എന്താ? ഒരു ദിവസം 4 തവണയെങ്കിലും ഞാൻ എൻ്റെ ഡോഗിന് ഫീഡ് ചെയ്യാറുണ്ട്, അതിന് ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രേസാണത്. ദെൻ നെക്സ്റ്റ് വൺ, നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഗാർബേജസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും നമ്മളത് പുറത്ത് കൊണ്ട് കളയുക. അല്ല, നമ്മുടെ വീട്ടിൽ ഗാർബേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതുകൊണ്ടേ കളയണം. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വി ഷുഡ് ടേക്ക് അവർ ഗാർബേജ് ഔട്ട്. വി ഷുഡ് ടേക്ക് അവർ ഗാർബേജ് ഔട്ട്. നമ്മൾ നമ്മുടെ ഗാർബേജസ് ഒക്കെ പുറത്ത് കൊണ്ടേ കളയണം. ഇനിയിപ്പോൾ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും, ചിലർക്ക് ഒരുപാട് ഫ്രണ്ട്സ് പുറത്തുണ്ടാവും. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് അല്ലെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രീ ആയാൽ വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങാറൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ഡ്യൂറിങ് ഈവനിങ്, അല്ലെങ്കിൽ ഐ ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഈവനിങ്. ഒന്നെങ്കിൽ ഈവനിങ്ങിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഹാങ് ഔട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആ ഈവനിങ് ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഹാങ് ഔട്ട് ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഇനി പുറത്തൊക്കെ പോയി ടയേർഡായിട്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഒരു ഷവർ എടുക്കും അല്ലേ? ഒന്ന് നന്നായിട്ട് കുളിക്കും അല്ലേ? അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ടേക്ക് എ ഷവർ. ഐ ടേക്ക് എ ഷവർ ആഫ്റ്റർ ഹാങ്ങിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിനോട് ഒന്ന് പുറത്ത് കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് ഞാൻ ഷവർ ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് എന്തായിരിക്കും? നമ്മൾ ഉറങ്ങാൻ പോകും, നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിൽ ഉറങ്ങാൻ പോകും. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഗോ ടു സ്ലീപ്പ് അറ്റ് 10 PM. ഞാൻ ഒരു 10 മണിക്ക് ഉറങ്ങാൻ പോകും. അപ്പം നമ്മൾ ഈ പെർട്ടിക്കുലർ ടൈം പറയുന്ന സാഹചര്യങ്ങളിൽ മാത്രം അറ്റ് യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി. പിന്നെ ടൈമിൽ ഞാനൊരു കാര്യം ചെയ്യുന്നു പറയും, യു ക്യാൻ യൂസ് അറ്റ്. ഇപ്പം ഞാനൊരു 9 മണിക്ക് ഉറങ്ങും, അല്ലെങ്കിൽ 9 മണിക്കാണ് ഞാൻ യൂഷ്വലി ഉറങ്ങാറ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ യൂഷ്വലി ഗോ ടു സ്ലീപ്പ് അറ്റ് 9 PM. ഐ യൂഷ്വലി ഗോ ടു സ്ലീപ്പ് അറ്റ് 9 PM. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചൊരു ഡെയിലി റൂട്ടീൻ പോലെ എങ്ങനെ ഓരോ സെൻറ്റൻസുകൾ പറയണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരുപാട് സെൻറ്റൻസുകൾ മേക്ക് ചെയ്ത് നിങ്ങളുടെ ഡേ ടു ഡേ കോൺവെർസേഷനിൽ കൊണ്ടുവരിക. വളരെ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളാണെങ്കിൽ പോലും ഇങ്ങനത്തെ സെൻറ്റൻസ് പഠിച്ച് കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവന്നാൽ അത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ലാംഗ്വേജ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. താങ്ക്